back to Channel Learning Institute Khalid. അപ്പൊ ഇന്ന് നമ്മൾ HSI നാച്ചുറൽ സയൻസ് സിലബസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ വന്നു. അപ്പൊ എല്ലാവരും അതൊക്കെ നോട്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായും ഈ പഠനം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാം അത് സ്റ്റാർട്ട് ചെയ്ത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് കാര്യങ്ങളൊക്കെ പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും പുറകോട്ട് പോകാതെ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുക. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് നന്നായി പഠിച്ചു പോയി തീർച്ചയായും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പഠനത്തോടൊപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റു വസ്തുത എന്താണ്? റിവിഷൻ ആണ്. അപ്പൊ റിവിഷൻ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ എപ്പോ എന്ത് പഠിക്കുന്നോ അതിനെ റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ പോവുക. അപ്പൊ റിവിഷനിലൂടെ നമ്മൾ അവിടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാണ് നിങ്ങൾ ഓർത്തോളൂ. അപ്പൊ എപ്പോഴും റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രോഗപ്രതിരോധ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണോളജിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ടോപ്പിക് പഠിക്കാൻ തന്നെയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇന്ന് അതിന് ബാക്കി പോർഷൻസ് നമ്മൾ ആന്റിബോഡീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിനൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ മനസ്സിലാക്കി പോവാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന്റെ നെക്സ്റ്റ് അടുത്ത കണ്ടന്റ് എന്താണ് നമുക്ക് നോക്കാം. എക്സാമ്പിള് നിങ്ങൾ നോക്കാം, നമ്മളിപ്പോ വേറെ നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സാഹചര്യ സിറ്റുവേഷനിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ടൂർ പോവുകയാണ്, ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ മറ്റൊരു പരിസ്ഥിതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ പൊന്മുടി അല്ലെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് ചിന്തിക്കുക. അവിടെ എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പലർക്കും പലതരം ചിലർക്ക് പല തുമ്മല്, അതുപോലെ ചുമ, ജലദോഷം, ശ്വാസമുട്ടൽ, അങ്ങനെ പലതരം ലക്ഷണങ്ങൾ കാണിക്കാൻ സാധ്യത അല്ലെ. മറിച്ച് നമ്മൾ ഈ പരിസ്ഥിതിയിൽ നിന്നും കുറച്ച് മാറി കുറച്ചും കൂടി താഴ്ന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ തിരിച്ച് നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കാതാവുകയും ചെയ്യും. അപ്പൊ എന്താണ് ഈ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണേണ്ട കാരണം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ ജീവിച്ചൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജീവിച്ചൊരു പരിസ്ഥിതിയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ പ്രകടമായത്. തിരിച്ച് നമ്മൾ പഴയ പരിസ്ഥിതിയിലേക്ക് പഴയ ചുറ്റുപാടിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇത്തരത്തിൽ ലക്ഷണം ഈ കാണിച്ച ലക്ഷണങ്ങളൊന്നും കാണാതാവുകയും ചെയ്യും. അപ്പൊ എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം എന്താണല്ലേ പരിസ്ഥിതി, ആ ഒരു പരിസ്ഥിതി നമ്മൾ അവിടെ ഒട്ടും ഇണങ്ങിച്ചേരാത്ത ഒരു പരിസ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് അല്ലെ. അത്തരത്തിലുള്ള ആ പരിസ്ഥിതിയില് കണികകളില് ധാരാളം പൊടിപടലങ്ങളും സൂക്ഷ്മജീവികളൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ പരിസ്ഥിതിയിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ആ പരിസ്ഥിതിയിലുള്ള അതിന്റെ പ്രസൻസ്, അതിന്റെ ആ പ്രസൻസിനോട് ഉള്ള നമ്മുടെ ശരീരം തിരിച്ചതിനോട് പ്രതികരിക്കുന്നു. അപ്പൊ ആ ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, അതിനെതിരെ പ്രതികരിക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ പരിസ്ഥിതിയിലുള്ള ചില പ്രത്യേകതരം ആന്റിജനുകളുണ്ട്. നമ്മൾ ആന്റിജനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും ശരീരത്തിന് എന്താണ് നല്ല ഭാഗമാണ് അല്ല, ശരീരത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളാണ്. അപ്പൊ ഈ പറയുന്ന സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ കാണുന്ന പൊടിപടലങ്ങൾ അല്ലെ, അല്ലെങ്കിൽ പൂമ്പൊടികൾ, അതുപോലെ എന്താണ് സൂക്ഷ്മ ജീവികൾ, ഇവയെല്ലാം ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കും അല്ലെ. അപ്പൊ ഈ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന ഈ ഫോറിൻ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റിജനുകൾ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ പരിസ്ഥിതിയിലുള്ള ചില പ്രത്യേകതരം ആന്റിജനുകളോടുള്ള അമിത പ്രതികരണത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അലർജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അലർജി എന്ന് മനസ്സിലായോ? അപ്പൊ അലർജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയിലുള്ള ചില പ്രത്യേക ആന്റിജനുകളോടുള്ള അമിത പ്രതികരണത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അലർജി എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അലർജി എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ. എന്താണ്? പലതരം ആന്റിജനുകൾ എവിടെ കാണപ്പെടുന്നു? പരിസ്ഥിതിയിൽ കാണപ്പെടുന്നു. അവയോടുള്ള അമിത പ്രതികരണത്തെ, ശരീരത്തിന്റെ അമിത പ്രതികരണത്തെയാണ് വിളിക്കുന്ന അലർജി എന്ന് പറയുന്നത്. ഇത്തരം പ്രതികരണങ്ങൾ ഉളവാക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? അലർജനുകൾ അല്ലെ. അലർജനുകൾ അല്ലെങ്കിൽ അലർജൻസ് എന്നാണ് അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്. അപ്പൊ എന്താണ് അലർജനുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. എന്താണ് അലർജനുകൾ? ഇത്തരത്തില് ശരീരത്തില് പല ആന്റിജനുകൾ കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് പലതരം അമിത പ്രതികരണം ഉണ്ടാകും. ഈ അമിത പ്രതികരണം ഉളവാക്കുന്ന പദാർത്ഥങ്ങൾ എന്ത് വിളിക്കുന്നു? അലർജനുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളോട് പറഞ്ഞു അലർജനുകൾ എന്തൊക്കെ ആകാം? പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പൊടിപടലങ്ങളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ ജീവികൾ അല്ലെ. സൂക്ഷ്മജീവികൾ അലർജനുകൾക്ക് ഉദാഹരണമായിരിക്കാം. അതുപോലെ എന്താണ്? പൂമ്പൊടികൾ അലർജനുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ മൃഗരോമങ്ങളും ഏതും ഉദാഹരണങ്ങളാണ്? ഈ അലർജനുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ അലർജി എന്താണെന്ന് മനസ്സിലാക്കി, അലർജനുകൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കുക, ഈ അലർജി അല്ലെങ്കിൽ അലർജനുകൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ആന്റിബോഡികൾ ഏതാണെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുള്ളതാണ്.
IgE വിഭാഗത്തിൽപ്പെട്ട ആന്റിബോഡികളാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ഈ അലർജനുകൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ആന്റിബോഡി ഏതാണ്? ഈ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡികൾ ഏതാണ്? IgE ആന്റിബോഡികൾ. ഇതാണ് IgE ആന്റിബോഡികളാണ് അലർജനുകൾക്കെതിരെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡികൾ. മനസ്സിലായോ? ഇത്രയും പോയിന്റ്സ് മനസ്സിലായോ? അപ്പൊ അലർജി എന്താണെന്ന് മനസ്സിലാക്കി, അലർജനുകൾ എന്താണെന്ന് മനസ്സിലാക്കി, അതിന് ഉദാഹരണം മനസ്സിലാക്കി, അതുപോലെ ഏത് ആന്റിബോഡിയാണ് ഇത്തരം അലർജനുകൾക്കെതിരെ പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? IgE വിഭാഗത്തിൽപ്പെട്ട ആന്റിബോഡികളാണ് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സിൽ എക്സ്ട്രാ പഠിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ എന്താണ്? പൊടിയിൽ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ ജീവികള്, പൂമ്പൊടികൾ, മൃഗരോമങ്ങൾ എന്നിവ അലർജികൾക്ക് ഉദാഹരണം മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ മൂക്കൊലിപ്പ്, കണ്ണ് നിറയുക, തുമ്മൽ, ഇവയെല്ലാം എന്താണ് ഇത്തരത്തില് അലർജനുകൾക്കെതിരെയുള്ള ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി അല്ലെ. ഇവിടെ നോക്കാം, യോജക കലയിലെ മാസ്റ്റ് കോശങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇവിടെ അലർജിക്ക് കാരണമായത് എന്താണ്? ഈ പറയുന്ന മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ശ്വാസം മുട്ടല്, തുമ്മൽ ഇവയൊക്കെ ഉണ്ടാക്കാൻ പ്രധാന കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പൂമ്പൊടികൾ ഇവയെല്ലാം ശരീരത്തിൽ എത്തപ്പെടുമ്പോൾ ഇത്തരത്തിൽ അലർജി പുറത്ത് ഇത്തരത്തിൽ അലർജി കാണിക്കുന്നു. ആ അലർജിക്ക് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാല് യോജക അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂലെ മാസ്റ്റ് കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ പ്രസൻസ് കൊണ്ടാണ്, ഈ രാസവസ്തുക്കൾക്ക് കാരണമാണ് ഈ അലർജി, ഇത്തരത്തിൽ അലർജി കാണിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഈ അലർജി കാണിക്കുന്ന പ്രധാന കാരണം എന്താണ്? യോജകങ്ങളിലെ മാസ്റ്റ് കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ എന്ന രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് മനസ്സിലാക്കുക. അതൊരു പോയിന്റ് ആണ് ഓർത്തു വയ്ക്കുക. ഇനി നോക്കാം, അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഈ പറയുന്ന രോഗിയിലേക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് അലർജിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഒരു വ്യക്തിയിലേക്ക് അലർജിക്ക് കാരണമാകുന്ന അലർജനുകൾ കുറഞ്ഞ അളവിൽ കുത്തിവെക്കുന്നു, അല്ലെങ്കിൽ എന്താണ് രോഗിയെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീക്കാൻ വിധേയമാക്കുകയോ ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തി അതിനെതിരെ പ്രതിവിധികൾ രൂപപ്പെടുത്തുന്നത് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ പ്രധാനമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ അലർജിയെ കുറിച്ച് മനസ്സിലാക്കി, അലർജനുകളെ കുറിച്ച് മനസ്സിലാക്കി, അലർജനുകൾക്ക് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി. പിന്നെ പഠിച്ചതോ എന്താണ്? ഈ അലർജിക്ക് കാരണമായ ഘടകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഈ ഘടകങ്ങളാണ് അലർജിക്ക് കാരണമായി മനസ്സിലാക്കി. അതായത് യോജകങ്ങളിലെ മാസ്റ്റ് കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് അലർജിക്ക് കാരണം മനസ്സിലാക്കി, അലർജിയുടെ ലക്ഷണങ്ങൾക്ക് കാരണമായി മനസ്സിലാക്കി അല്ലെ. ഇനി നോക്കാം, ഇത്തരത്തിൽ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും പ്രതിവിധി ചെയ്യണം അല്ലെ. അപ്പൊ അതാണ് ഈ ലക്ഷണങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഹിസ്റ്റാമിന് പകരം ആന്റി ഹിസ്റ്റാമിൻ, അഡ്രിനാലിൻ, സ്റ്റീറോയിഡുകൾ മുതലായവ ഉപയോഗിച്ച് അലർജി ലക്ഷണങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുന്നു. അപ്പൊ ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കൾ സാന്നിധ്യമാണ് ലക്ഷണങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ആന്റി ഹിസ്റ്റമിൻ, അതുപോലെ അഡ്രിനാലിൻ, അതുപോലെ തന്നെ സ്റ്റീറോയിഡുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് അലർജിയുടെ ലക്ഷണങ്ങൾ ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ പോയിന്റ്സ് ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്വയം പ്രതിരോധ ശേഷി. എന്താണ് സ്വയം പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്? അതായത് കശേരുകളിൽ സ്വന്തം കോശങ്ങളെ അന്യപദാർത്ഥങ്ങളെ വേർതിരിച്ചറിയുന്നതിനായി ഓർമ്മശേഷി അടിസ്ഥാനമാക്കിയുള്ള ആർജിത പ്രതിരോധശേഷി സഹായിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കി? ആർജിത പ്രതിരോധശേഷി അല്ലെ, അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓർമ്മശേഷി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ എന്താണ്? സ്വന്തം കോശങ്ങളെ അന്യ പദാർത്ഥങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഓർമ്മശേഷി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന കശേരുക്കൾ അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സിലെല്ലാം എന്താണ് ആർജിത രോഗപ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നു കേട്ടോ. അപ്പൊ ഇവിടെ പ്രധാന കാരണം മനസ്സിലാക്കി എന്താണ്? ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഒരു ഓർമ്മശേഷിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്ത് ഓർമ്മശേഷിയാണ്? സ്വന്തം കോശങ്ങളെ അന്യപദാർത്ഥങ്ങളെ തിരിച്ചറിയാനുള്ള ഓർമ്മശേഷി എവിടെയുണ്ട്? ഈ വെർട്ടിബ്രേറ്റ്സിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ആദ്യ രോഗപ്രതിരോധ ശേഷി കൊണ്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടെ ചില സാഹചര്യങ്ങൾ അത് ചിലപ്പോൾ ജനിതകമായ കാരണങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും അജ്ഞാതമായ കാരണങ്ങളാൽ ചിലപ്പോൾ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം കോശങ്ങളെ തന്നെ ആക്രമിക്കുന്നു. ഇത്തരത്തിൽ ശരീരം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആക്രമിച്ച് ശരീരത്തിന് കേടുപാടുകൾ സൃഷ്ടിക്കുന്നു. ഈ അവസ്ഥയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്വയം പ്രതിരോധ രോഗ അവസ്ഥ, അല്ലെങ്കിൽ സ്വയം പ്രതിരോധ രോഗങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? സാധാരണഗതിയിൽ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? രോഗപ്രതിരോധ ശേഷി എങ്ങനെ പ്രവർത്തിക്കുന്ന ശരീരത്തിന്റെ, അതായത് അന്യ വസ്തുക്കളെയും സ്വന്തം കോശങ്ങളെയും തിരിച്ചറിയാനുള്ള ആ ഓർമ്മശേഷി സംവിധാനത്തിലൂടെയാണ് അല്ലെ. അപ്പൊ ചില അവസരങ്ങൾ, അതായത് ചിലപ്പോൾ ജനിതക കാരണങ്ങളായിട്ടാകാം,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജ്ഞാതമായ കാരണങ്ങൾ ചിലപ്പോൾ ശരീരം എന്ത് ചെയ്യുന്നു, ആ സ്വന്തം കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിൽ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിന്റെ കേടുപാടുകൾ, ശരീരത്തിന്റെ കോശങ്ങൾക്ക് സ്വയം കേടുപാട് സൃഷ്ടിക്കുന്നു. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് കാരണമായ, അല്ലെങ്കിൽ ആ അവസ്ഥ എന്താണ്, സ്വയം പ്രതിരോധ ശേഷിയാണ് ശരീരത്തിൽ. സ്വയം പ്രതിരോധ ശേഷി, ആ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ സ്വയം പ്രതിരോധ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് അറിയപ്പെടുന്നതാണ്. സ്വയം പ്രതിരോധ രോഗങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, സ്വയം പ്രതിരോധ രോഗങ്ങൾ അല്ലെങ്കിൽ എന്തറിയാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നറിയപ്പെടുന്നു. അതെന്താണെന്ന് മനസ്സിലായോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അല്ലെങ്കിൽ സ്വന്തം കോശങ്ങൾക്കെതിരായി തന്നെ ശരീരം പ്രവർത്തിക്കുന്നു, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഉദാഹരണമാണ്. അതുപോലെ ക്രോണിക് അനീമിയ, ക്രോണിക് അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും എന്താണ് ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് എക്സാമ്പിൾ ആണ്. ക്രോണിക് അനീമിയ, അതുപോലെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഉദാഹരണമാണ്. അപ്പൊ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതുപോലെ എന്താണ് ക്രോണിക് അനീമിയ, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് മുതലായവ സ്വയം പ്രതിരോധ രോഗത്തിന് ഉദാഹരണമാണ് കൂടെ നിങ്ങളുടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എന്താണ് സ്വയം രോഗപ്രതിരോധ ശേഷി, അല്ലെങ്കിൽ സ്വയം രോഗപ്രതിരോധ എന്താണ് സ്വയം പ്രതിരോധ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ ആർദ്ര രോഗപ്രതിരോധ ശേഷി എന്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്, ശരീരത്തിന്റെ ആ ഓർമ്മശേഷി അടിസ്ഥാനപ്പെടുത്തി അല്ലെ. അപ്പൊ ഇവിടെ ചില അവസരങ്ങളിൽ ജനിതക വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ ജനിതക കാരണങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും നഗ്നമായ കാരണങ്ങളായിട്ട് ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് തന്നെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു അല്ലെ. അപ്പൊ ഇത്തരത്തില് ശരീരങ്ങൾ അതിന്റെ തന്നെ കോശങ്ങൾക്ക് കേടുപാട് സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന രോഗത്തെയാണ് എന്ത് വിളിക്കുന്നത്, സ്വയം പ്രതിരോധ രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണം മനസ്സിലാക്കി വെക്കാൻ ഏതാണ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം. ഇനി എന്താണ് ക്രോണിക് അനീമിയ, ക്രോണിക് അനീമിയ, ക്രോണിക് അനീമിയം, അതുപോലെ തന്നെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്. ക്രോണിക് അനീമിയ എന്ന് പറയുന്നത് അവിടെ റെഡ് ബ്ലഡ് സെൽസിനെ നശിപ്പിക്കുന്നു, ശരീരം സ്വന്തമായിട്ട് റെഡ് ബ്ലഡ് സെൽസുകളെ നശിപ്പിക്കുന്നു. ഇനി ക്രോണിക് ഹെപ്പറ്റൈറ്റിസിലോ ലിവർ സെല്ലുകൾ ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മളിവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ സ്വയം പ്രതിരോധ രോഗങ്ങളിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്. അടുത്ത നോക്കാം, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അത് ഏതാണെന്ന് നോക്കാം. അപ്പൊ അടുത്ത് നോക്കാം, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം. ഇപ്പൊ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. ലിംഫോയിഡ് അവയവങ്ങൾ, ലിംഫോയിഡ് ഓർഗൻസ്, കലകൾ ടിഷ്യൂസ്, കോശങ്ങൾ സെൽസ്, ലേയ തന്മാത്രകളായ ആന്റിബോഡീസ്, ഇവയെല്ലാം ഉൾപ്പെട്ടതാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം. അപ്പൊ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ വരുന്ന ആരൊക്കെയാണ്, ലിംഫോയിഡ് അവയവങ്ങൾ, കലകൾ, കോശങ്ങൾ, ലേയ തന്മാത്രകളായ ആന്റിബോഡീസ്. അപ്പൊ ഇത്രയും വസ്തുതകൾ ചേർന്നതാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം. ഇനി ഇവ എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ, രോഗപ്രതിരോധ സംവിധാനത്തിൽ ഇവയുടെ സ്ഥാനം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ലിംഫോയിഡ് അവയവങ്ങളെ കുറിച്ചാണെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നോക്കാം, ലിംഫോയിഡ് അവയവങ്ങൾ പറയുകയാണെങ്കിൽ ലിംഫോസൈറ്റ്സിന്റെ ഉദ്ഭവം, പാകപ്പെടൽ, അതുപോലെ വ്യാപനം എന്നിവ നടക്കുന്ന അവയവങ്ങളാണ് ലിംഫോയിഡ് അവയവങ്ങൾ. അപ്പൊ ലിംഫോയിഡ് ഓർഗൻസ് എന്ത് നടക്കുന്നുണ്ട്, ലിംഫോസൈറ്റ്സുകളുടെ ഉദ്ഭവം, ലിംഫോസൈറ്റ്സുകൾ ഉണ്ടാകുന്നു, അത് പാകപ്പെടുന്നു, അതുപോലെ തന്നെ വ്യാപനവും നടക്കുന്ന എവിടെയാണ്, ലിംഫോയിഡ് അവയവങ്ങളിൽ വെച്ചാണ് മനസ്സിലാക്കുക. അടുത്തത് ഇവിടെ ലിംഫോയിഡ് അവയവങ്ങള്, പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ അസ്ഥിമജ്ജയും തൈമസുമാണ്. അതിൽ ബോൺ മാരോയും തൈമസുമാണ് എന്ത്, പ്രാഥമിക ലിംഫോയിഡ് ഓർഗാൻസിന്റെ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ്, ലിംഫോയിഡ് അവയവങ്ങളിൽ വെച്ചാണ് എന്ത് പറയുന്നത്, ലിംഫോസൈറ്റുകൾ ഉദ്ഭവിക്കുന്നത്, പാകപ്പെടുന്നത്, അതുപോലെ അതിന്റെ വ്യാപനവും നടക്കുന്നത്. ഇനി പ്രാഥമിക ലിംഫോയിഡ് ഓർഗൻ ആണ് ഏത്, അസ്ഥിമജ്ജയും തൈമസും. ഇനി അവയിൽ എന്താ അതിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു ഈ ലിംഫോസൈറ്റുകൾ പാകമാകുന്ന ഇവിടെ വെച്ചാണ് പറഞ്ഞത്, ലിംഫോയിഡ് അവയവങ്ങൾ വെച്ചാണ്. അപ്പൊ ഇവിടെ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങൾ ഏതാണ്, അസ്ഥിമജ്ജയും തൈമസും. ഈ അസ്ഥിമജ്ജയിലും തൈമസിലും വെച്ചാണ് പാകമാകാത്ത ലിംഫോസൈറ്റുകള്, അതായത് അവ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിജനുമായി പ്രതികരിക്കുന്ന ലിംഫോസൈറ്റുകളെ മാറ്റം സംഭവിക്കുന്ന എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങളിൽ വെച്ചാണ്. പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങളായ അസ്ഥിമജ്ജ അതുപോലെ തന്നെ എന്താണ് തൈമസിലും വെച്ചാണ് പാകമാകാത്ത ലിംഫോസൈറ്റുകൾ ആന്റിജനുമായി പ്രതികരിക്കുന്ന ലിംഫോസൈറ്റുകളായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നത്. അത്രയും ക്ലിയർ ആയോ? ഇനി നോക്കാം, ഇവിടെ അടുത്ത മനസ്സിലാക്കേണ്ടത്
ലിംഫോസൈറ്റുകൾ പാകമായതിനു ശേഷം. അപ്പൊ പാകമായ ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലീഹ, ലിംഫ് നോഡുകൾ, അതുപോലെ ടോൺസിൽസ്, ചെറുകുടലിലെ പേഴ്സ് പാച്ചസ്, അപ്പൻഡിക്സ് മുതലായ ദ്വിതീയ ലിംഫോയിഡ് ഓർഗൻസ്, ലിംഫോയിഡ് അവയവങ്ങൾ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവയവങ്ങളെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാകമാകാത്ത ലിംഫോസൈറ്റുകള് ആന്റിജനുമായി പ്രതികരിക്കുന്ന ലിംഫോസൈറ്റുകളുടെ രൂപമാറ്റം സംഭവിക്കുന്നത് എവിടെ വെച്ചാണ്? പ്രാഥമിക ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചാണ്, അല്ലെങ്കിൽ അസ്ഥിമജ്ജയിൽ അല്ലെങ്കിൽ തൈമസിൽ വെച്ചാണ്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇവ പാകമായതിനു ശേഷം എവിടെ എത്തപ്പെടുന്നത്? ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിൽ എത്തിച്ചേരുന്നു. അപ്പൊ പാകമാകാത്ത ലിംഫോസൈറ്റുകള് എന്താണ്? ദ്വിതീയ ലിംഫോയിഡ് ഓർഗൻസിൽ ലിംഫോയിഡ് അവയവങ്ങളെ എത്തിച്ചേരും. അപ്പൊ ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങൾ ഏതൊക്കെയാണ്? പ്ലീഹ അല്ലെ? പ്ലീഹ ദ്വിതീയ ലിംഫോയിഡ് ഓർഗൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? ലിംഫ് മുഴകൾ, ലിംഫ് നോഡ്സ്, ലിംഫ് മുഴകൾ. അതുപോലെ തന്നെ ചെറുകുടലിലെ പേഴ്സ് പാച്ചസ്, ചെറുകുടലിലെ പേഴ്സ് പാച്ചസ്, പിന്നെ അപ്പൻഡിക്സ്. ഇവയെല്ലാം എന്താണ്? ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളാണ്. ഇവയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാകമാകാത്ത ലിംഫോസൈറ്റുകള് ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളായ പ്ലീഹ, അതുപോലെ ലിംഫ് മുഴകള്, പിന്നെ എന്താണ്? ചെറുകുടലിലെ പേഴ്സ് പാച്ചസ്, അപ്പൻഡിക്സ് മുതലായ ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിൽ എത്തിച്ചേരുന്നു. മനസ്സിലായോ? ഇനി ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിൽ വെച്ച് ഈ ലിംഫോസൈറ്റുകള് ആന്റിജനുമായി പ്രവർത്തിക്കുന്നു. അപ്പൊ ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിൽ വെച്ചാണ് ലിംഫോസൈറ്റുകൾ എന്തുമായി പ്രവർത്തിക്കുന്നത്? ആന്റിജനുമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവ പിന്നീട് വ്യാപിച്ച് എന്താണ്? എഫക്റ്റർ സെല്ലുകൾ അല്ലെങ്കിൽ പ്രേരക കോശങ്ങളായിട്ട് മാറുന്നു. അപ്പൊ ലിംഫോയിഡ് സെല്ലുകള് പാകമായതിനു ശേഷം ആന്റിജനുമായി പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിൽ വെച്ചാണ്. ഇവ പിന്നീട് വ്യാപിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? പ്രേരക കോശങ്ങൾ അല്ലെങ്കിൽ ഇഫക്റ്റർ സെല്ലുകളായിട്ട് മാറുന്നു. ഏതാണ്? ലിംഫോസൈറ്റ്സ് അല്ലെ? അപ്പൊ പാകമാകാത്ത ലിംഫോസൈറ്റുകള് ലിംഫോയിഡ് ഓർഗൻ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ, ദ്വിതീയ ലിംഫോയിഡ് ഓർഗനായ ഈ പറഞ്ഞ ഇതിലെല്ലാം എത്തിച്ചേരുകയും അവിടെ വെച്ചാണ് ആന്റിജനുമായിട്ട് പ്രതികരിക്കുന്നത്. ഇവ പിന്നീട് വ്യാപനം നടത്തി എന്തായിട്ട് മാറുന്നുണ്ട്? വ്യാപിച്ചിട്ട് പ്രേരക കോശങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഇഫക്റ്റർ സെല്ലുകളായിട്ട് മാറുന്നു. പ്രേരക കോശങ്ങൾ. അപ്പൊ ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ലിംഫോയിഡ് സെല്ലുകൾ ലിംഫോസൈറ്റ്സിൽ എന്തായിട്ട് മാറുന്നത്? പ്രേരക കോശങ്ങൾ അല്ലെങ്കിൽ ഇഫക്റ്റർ സെല്ലുകളായിട്ട് മാറും. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പറഞ്ഞു രോഗപ്രതിരോധ സംവിധാനത്തിന് പെടുന്ന ആരൊക്കെയാണ്? ലിംഫോയിഡ് അവയവങ്ങൾ പെടുന്നുണ്ട് അല്ലെ? അതുപോലെ കലകൾ പെടുന്നുണ്ട്, കോശങ്ങൾ പെടുന്നുണ്ട്, ലേയ തന്മാത്രകളെ ആന്റിബോഡി പെടുന്നുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ലിംഫോയിഡ് അവയവങ്ങളെ കുറിച്ചാണ്. ലിംഫോയിഡ് അവയവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ലിംഫോയിഡ് അവയവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങളുണ്ട്, ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ലിംഫോസൈറ്റുകൾ ഉത്ഭവിക്കുന്നു, പാകപ്പെടുത്തുന്നു, വ്യാപനം നടത്തുന്നു. ഇത് മൂന്നും എവിടെയാണ് നടക്കുന്നത്? ലിംഫോയിഡ് അവയവങ്ങളാണ് നടക്കുന്നത് അല്ലെ? അതിൽ തന്നെ ലിംഫോയിഡ് അവയവങ്ങൾ, പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങൾ മനസ്സിലാക്കിയ അസ്ഥിമജ്ജയും തൈമസുമാണ്. അസ്ഥിമജ്ജയും തൈമസിലും വെച്ചാണ് ഈ പാകമാകാത്ത ലിംഫോസൈറ്റുകൾ ആന്റിജനുമായി പ്രതികരിക്കുന്ന ലിംഫോസൈറ്റായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ലിംഫോസൈറ്റുകള് ദ്വിതീയ ലിംഫോയിഡ് ഓർഗൻ, ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. എങ്ങനെ എത്തിച്ചേരുന്നു? ഇവ എന്ത് ചെയ്യുന്നു? പാകമായ മുറയ്ക്ക് ഈ ലിംഫോസൈറ്റ്സ് എവിടെയാണ് പോകുന്നത്? ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളെ എത്തിച്ചേരുന്നു. അപ്പൊ പാകമായ ലിംഫോസൈറ്റ്സ് ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങൾ ഏതൊക്കെയാണ്? പ്ലീഹ, അതുപോലെ ലിംഫ് മുഴകൾ, ലിംഫ് നോഡ്സ് അല്ലെ? ലിംഫ് മുഴകള്, അതുപോലെ എന്താണ്? ചെറുകുടലിലെ പേഴ്സ് പാച്ചസ്, അപ്പൻഡിക്സ് മുതലായ ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇനി ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങൾ വെച്ചാണ് ഇവ ആന്റിജനുമായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെ? ആന്റിജനുമായിട്ട് ഇവ ഏത് ലിംഫോസൈറ്റ്സ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് അത് വ്യാപിച്ച് പ്രേരക കോശങ്ങൾ അല്ലെങ്കിൽ ഇഫക്റ്റർ സെല്ലുകളായിട്ട് മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? ലിംഫോസൈറ്റുകൾ ഉൾപ്പെടെയുള്ള രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്ന പ്രധാന ലിംഫോയിഡ് അവയവമാണ് അസ്ഥിമജ്ജ. അപ്പൊ നമ്മൾ അസ്ഥിമജ്ജയെ കുറിച്ച് പഠിച്ചായിരുന്നല്ലേ? എന്താ പഠിച്ചത്? ലിംഫോസൈറ്റുകൾ ഉത്ഭവിക്കുന്നു, അതിന്റെ പാകപഠനം നടക്കുന്നു, അതുപോലെ വ്യാപനം നടക്കുന്നതൊക്കെ എവിടെയാണ്? അസ്ഥിമജ്ജയിൽ വെച്ചാണെന്ന് പറഞ്ഞു അല്ലെ? ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഈ അസ്ഥിമജ്ജയിൽ പ്രധാനം നടക്കുന്നത് എന്തൊക്കെയാണ്? ലിംഫോസൈറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രക്തകോശങ്ങളും ഉത്പാദിക്കപ്പെടുന്ന എവിടെയാണ്? അസ്ഥിമജ്ജ അല്ലെങ്കിൽ ബോൺ മാരോയിൽ വെച്ചാണ് കേട്ടോ. അപ്പൊ ലിംഫോസൈറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രക്തകോശങ്ങളും എവിടെ നിർമ്മിക്കപ്പെടുന്നു? എവിടെയാണ്? അസ്ഥിമജ്ജ അല്ലെങ്കിൽ പ്രാഥമിക ലിംഫോയിഡ് അവയവമായ അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഏതൊക്കെയാണ്? ലിംഫോസൈറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ രക്തകോശങ്ങളും. ഇനി നോക്കാം എവിടെയാണ് ഈ തൈമസ് സ്ഥിതി എന്ന് നോക്കാം. ഹൃദയത്തിനടുത്ത്
മാറലിന് താഴെയായിട്ടാണ് രണ്ട് ദളങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് തൈമസ് എന്ന് പറയുന്നത്. തൈമസിൻ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഈ പറയുന്ന അസ്ഥിമജ്ജയോടൊപ്പം തന്നെ ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്ന ഒരു ലിംഫോയിഡ് ഓർഗനാണ്, ലിംഫോയിഡ് അവയവമാണ്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന ഹൃദയത്തിനടുത്ത് മാറലിന് താഴെയായിട്ട് രണ്ട് ദളങ്ങൾ പോലെ കാണപ്പെടുന്ന അവയവമാണ് തൈമസ് എന്ന് പറയുന്നത്. ഈ തൈമസ് ജനന സമയത്ത് വലിപ്പമുള്ളതായിരിക്കും. അതിന് പിന്നീട് എന്ത് ചെയ്യുന്നു? പ്രായമാകുന്നതനുസരിച്ച് വലിപ്പം കുറയുകയും പ്രായപൂർത്തിയാകുന്നതനുസരിച്ച് തീരെ ചുരുങ്ങി ചെറുതാവുകയും ചെയ്യുന്നു. ഇനി നോക്കാം, ടി ലിംഫോസൈറ്റുകളുടെ ഉത്പാദനത്തിനും പാകപ്പെടലിനും വേണ്ട സൂക്ഷ്മ പരിസ്ഥിതികൾ അസ്ഥിമജ്ജയും തൈമസും പ്രദാനം ചെയ്യുന്നു. അപ്പൊ അസ്ഥിമജ്ജയും തൈമസിന്റെ പ്രാധാന്യം എവിടെയാണത്? ടി ലിംഫോസൈറ്റുകൾ അവയുടെ ഉത്പാദനത്തിനും പാകപ്പെടലിനും വേണ്ടി ഉള്ള സൂക്ഷ്മ പരിസ്ഥിതികൾ പ്രദാനം ചെയ്യുന്ന ആരൊക്കെയാണ്? അസ്ഥിമജ്ജയും തൈമസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിംഫോസൈറ്റുകൾ ഉൾപ്പെടെ എല്ലാ രക്തകോശങ്ങളും നിർമ്മാണം ഉത്പാദനം നടക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങളായ അസ്ഥിമജ്ജയും തൈമസ്. അപ്പൊ ഈ ലിംഫോസൈറ്റുകളുടെ ഉത്പാദനത്തിനും അതിന്റെ പാകപ്പെടലിനും ആവശ്യമുള്ള സൂക്ഷ്മ പരിസ്ഥിതികൾ പ്രദാനം ചെയ്യുന്നത് ഏത് ലിംഫോയിഡ് ഓർഗൻസ് ആണ്? ആ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങളായ അസ്ഥിമജ്ജയും തൈമസുമാണ്. അത് പ്രധാനത്തോടെ മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത പഠിച്ച എന്താണ്? പയർവിത്തിന്റെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പ്ലീഹ. എന്താണ് പ്ലീഹ എന്ന് പറയുന്നത്? പയർവിത്തിന്റെ ആകൃതിയിലാണ് കിടക്കുന്നത്, അത് വലിപ്പമുള്ളതായിരിക്കും. അതൊരു സെക്കൻഡറി ലിംഫോയിഡ്, ദ്വിതീയ ലിംഫോയിഡ് അവയവമാണ്. മനസ്സിലാക്കുക. ഇവിടെ ഈ പ്ലീഹയില്, പയർവിത്തിന്റെ ആകൃതിയിലും വലിപ്പത്തിലുള്ള പ്ലീഹയില് പ്രധാനമായിട്ടും ലിംഫ് കോശങ്ങളും ഭക്ഷക കോശങ്ങളും കാണപ്പെടുന്നു. അപ്പൊ ലിംഫ് കോശങ്ങളും ഭക്ഷക കോശങ്ങളും കാണപ്പെടുന്നുണ്ട്. ഭക്ഷക കോശങ്ങൾ ഫാഗോസൈറ്റ്സ്, ഭക്ഷക കോശങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ഫാഗോസൈറ്റ്സ്. ഭക്ഷക കോശങ്ങളിൽ ഫാഗോസൈറ്റ്സ്. അപ്പൊ എന്താണ്? ഭക്ഷക കോശങ്ങളിൽ ഫാഗോസൈറ്റ്സ്. മനസ്സിലാക്കുക. എന്താണ്? ഭക്ഷക കോശങ്ങളിൽ ഫാഗോസൈറ്റ്സ് എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന പ്ലീഹയിൽ കാണപ്പെടുന്നു. പയർവ്യത്തിന്റെ ആകൃതിയിലുള്ള പ്ലീഹയില്, പ്ലീഹ വലിപ്പമുള്ളതാണ്. അവയിൽ എന്ത് കാണപ്പെടുന്നത്? ലിംഫോയിഡ് കോശങ്ങൾ അല്ലെങ്കിൽ ലിംഫ് കോശങ്ങൾ അല്ലെ, ലിംഫ് കോശങ്ങളും അതുപോലെ എന്ത് കാണുന്നത്? ഭക്ഷക കോശങ്ങളിൽ ഫാഗോസൈറ്റ്സ് കാണപ്പെടുന്നു. ഇനി ഇവയെന്താണ് ചെയ്യുന്നത്? രക്തത്തിലൂടെ കടന്നുവരുന്ന സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കുന്ന ഒരു അരിപ്പയായിട്ടാണ് ഈ പറയുന്ന ഈ പ്ലീഹ വർത്തിക്കുന്നത്. പ്ലീഹയിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? ലിംഫ് കോശങ്ങളും അതുപോലെ ഭക്ഷക കോശങ്ങൾ ഫാഗോസൈറ്റ്സും കാണപ്പെടുന്നു. പ്ലീഹ എന്ന് പറഞ്ഞാൽ പയർവ്യത്തിന്റെ ആകൃതിയിലുള്ള ഓർഗനാണ്. അതുപോലെ വലിപ്പമുണ്ട് അതിന്. ഇനി അവയുടെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ എന്താണ്? ഈ രക്തത്തിലൂടെ എത്തുന്ന സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കുന്നു. ഇങ്ങനെ അരിപ്പയായിട്ട് പ്രവർത്തിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കണം. അരുണ രക്താണുക്കളുടെ സംഭരണി കൂടിയാണ് ഈ പറയുന്ന പ്ലീഹ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അരുണ രക്താണുക്കളുടെ സംഭരണി ഏതാണ്? അത് പ്ലീഹ എന്ന ദ്വിതീയ ലിംഫോയിഡ് അവയവമാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക. അപ്പൊ അരുണ രക്തങ്ങളുടെ സംഭരണി എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? പ്ലീഹയാണെന്ന് ഓർത്തു വയ്ക്കുക. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ പ്ലീഹയെ കുറിച്ച് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നോക്കാം, ലിംഫ് വ്യവസ്ഥയിൽ പലയിടത്തും കാണപ്പെടുന്ന ദൃഢതയുള്ള മുഴകളെയാണ് ലിംഫ് നോഡുകൾ എന്ന് അല്ലെങ്കിൽ ലിംഫ് മുഴകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ലിംഫ് വ്യവസ്ഥയില് പലയിടത്തും കാണപ്പെടുന്ന ദൃഢതയുള്ള മുഴകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിംഫ് മുഴകൾ അല്ലെങ്കിൽ ലിംഫ് നോഡ്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഇവയുടെ പ്രത്യേകത എന്താണ്? ലിംഫിലും കോശദ്രവ്യത്തിലും കടന്നുകൂടുന്ന സൂക്ഷ്മജീവികളെയും മറ്റു ആന്റിജനുകളെയും കെണിയിൽപ്പെടുത്തി അവിടുത്തെ ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇവ ചെയ്യുന്നത്. എന്താണ്? ലിംഫിലും കോശദ്രവ്യത്തിലും കടന്നു വരുന്ന സൂക്ഷ്മജീവികളെ അതുപോലെ തന്നെ മറ്റു ആന്റിജനുകളെയും കെണിയിൽപ്പെടുത്തുകയും അവിടുത്തെ ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ആ ലിംഫ് മുഴകൾ അല്ലെങ്കിൽ ലിംഫ് നോഡ്സ് ആണ്. ഇത് എവിടെ കാണപ്പെടുന്നു? ലിംഫ് സിസ്റ്റത്തിലെ ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫ് വ്യവസ്ഥയില് പലയിടത്തുമായിട്ട് ദൃഢതയുള്ള ധാരാളം മുഴകൾ കാണപ്പെടുന്നു. അതിനെ ലിംഫ് മുഴകൾ അല്ലെങ്കിൽ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ലിംഫിലെയും കോശദ്രവ്യത്തിലും കടന്നു വരുന്ന സൂക്ഷ്മ ജീവികളെ അതുപോലെ തന്നെ ആന്റിജനുകളെ കെണിയിൽപ്പെടുത്തുകയും അവിടെയുള്ള ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് അല്ലെ, ദ്വിതീയ ലിംഫോയിഡ് അവയവങ്ങളുടെ അതുപോലെ തന്നെ പ്രാഥമിക ലിംഫോയിഡ് അവയവങ്ങൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് അതിന്റെയും ഫങ്ഷൻസും ഏതൊക്കെയാണ് ഓർഗൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് നമ്മൾ ഇത്രയും പാരഗ്രാഫിന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത് നോക്കാം, ശരീരത്തിലെ പ്രധാന കുഴലുകളായ ശ്വസന, ദഹന, മൂത്രപ്രജനന കുഴലുകളുടെ ആവരണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് കലകളെ അറിയപ്പെടുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ്? ശരീരത്തിന്റെ പ്രധാന കുഴലുകളായ ഏതൊക്കെയാണ്? ശ്വസന, ദഹന,
മൂത്ര പ്രജനന കുഴലുകളുടെ ആവരണ ഭാഗത്ത്. എവിടേക്കാണ്? ശ്വസന, ദഹനം, അതുപോലെ മൂത്ര പ്രജനന കുഴലുകളുടെ ആവരണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് കോശങ്ങൾ അല്ലെങ്കിൽ കലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ, മാൾട്ട് ആണെന്ന് അറിയപ്പെടുക. എന്താണ്? മാൾട്ട്. മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോ ടിഷ്യൂ അഥവാ മാൾട്ട് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശ്വസന, ദഹന, അതുപോലെ തന്നെ മൂത്ര പ്രജനന കുഴലുകളുടെ ആവരണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് കലയാണ് ഏത്? മാൾട്ട് എന്നറിയപ്പെടുന്നത്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. എന്താണ്? മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഇനി മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? നമ്മുടെ ശരീരത്തിലെ 50% ലിംഫോയിഡ് കലകളും ഏതിൽ പെടുന്നു? മാൾട്ടിലാണ് പെടുന്നത്. അപ്പൊ ശരീരത്തിന്റെ 50% ലിംഫോയിഡ് കലകളും പെടുന്നത് ഏതിലാണ്? മാൾട്ടിലാണ്. അപ്പൊ അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കാം. അപ്പൊ ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? മാൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ? മാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിലെ പ്രധാന കുഴലുകളായ ശ്വസന, ദഹന, മൂത്ര പ്രജനന കുഴലുകളുടെ ആവരണ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് കലകളാണ് മാൾട്ട് എന്നറിയപ്പെടുന്നത്. ഇതെന്താണ്? മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. കേട്ടോ, മ്യൂക്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ശരീരത്തിന്റെ 50% ലിംഫോയിഡ് കലകളും ഏതാണ്? മാൾട്ടിൽ പെടുന്നതാണെന്ന് കൂടെ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അവിടെ നമ്മൾ ലിംഫോയിഡ് കോശങ്ങളെ കുറിച്ച് ലിംഫോയിഡ് അവയവങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, കലകളെ കുറിച്ച് മനസ്സിലാക്കി, കോശങ്ങളെ കുറിച്ചും അതുപോലെ തന്മാത്രകളെ ആന്റിബോഡീസിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കിയ ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അത്രയും പഠിക്കുമ്പോൾ നമ്മൾ ശരീരത്തെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ലിംഫോയിഡ് അവയവങ്ങളുടെ പ്രസക്തി എന്ന അതിന്റെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെയാണ് ലിംഫോയിഡ് ഓർഗൻസ്, അത് എന്തൊക്കെ ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്, പിന്നെ മാൾട്ട് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അതും ക്ലിയർ ആക്കി വെക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഈ പാഠം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊരു എക്സാമിന് എടുത്താലും അത് നമ്മൾ പഠിക്കേണ്ടത് എല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക. കാരണം നമുക്ക് ഏത് പരീക്ഷയും ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ എല്ലാ പോയിന്റ്സിനും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സിനും പ്രയർ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പം എല്ലാ പോയിന്റ്സും ക്ലിയർ ആക്കി വെക്കാം. ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.